കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യത്തെക്കുറിച്ച് വായിക്കുകയും കേൾക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ആ മണ്ണിലൂടെ നടന്നപ്പോൾ കണ്ടതിലും കേട്ടതിലുമെല്ലാം സംസ്കാരശൂന്യമായ ഒരു വിവേചനത്തിൻ്റെ കറപ്പാടുകൾ തെളിഞ്ഞു നിന്നു. വിവേകം നഷ്ടപ്പെട്ട വനനിയമങ്ങൾ വരുത്തിവെക്കുന്ന ദുരന്തങ്ങളുടെ അടയാളങ്ങൾ. കാടും കൃഷിയിടവും കർഷക സമുദായവും ഒരേപോലെ വനത്തെക്കുറിച്ചുള്ള ഒരു വൈകൃത ഭാവനയ്ക്ക് ഇരയാകുന്നത് ഞങ്ങളവിടെ കണ്ടു. ഈ ശബ്ദരേഖയിൽ അനുഭവങ്ങളും പരിഹാരങ്ങളും പങ്കുവച്ചത് വയനാട് ആക്ഷൻ കമ്മിറ്റി ടു പ്രിവെൻറ്റ് അറ്റാക്ക് ഓഫ് വൈൽഡ് ആനിമൽസ് ചെയർമാൻ ശ്രീ TC ജോസഫ്, പേരാവൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശ്രീ ജോസ് ജോസഫ്, ആറളം ഫാമിലെ ആദിവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി നളിനി, ശ്രീ രാജൻ, വയനാട്ടിലെ പോർക്കടവിൽ നിന്നുള്ള തങ്കമ്മ, ശാന്തിഗിരിയിൽ നിന്നുമുള്ള ശ്രീ ജോജി, ലിനി, മൈക്കിൾ എന്നിവരാണ്. സ്ഥലം കിട്ടിയ അന്ന് മുതൽ ഞങ്ങൾ ചേമ്പ് ചേനയൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത് മധുരക്കിഴങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചാൽ പന്നിയും മാനും മുള്ളം വന്നു കഴിഞ്ഞാല് മൊത്തം ഈ ഇടുന്ന വേലിയില്ലേ, ആ സീമക്കൊന്ന ഇടുവാണെങ്കിൽ ആ വേലി വരെ അതിന്റെ വേര് വരെ മാന്തി പറിച്ച് ഈ മുള്ളം വന്നി അത് തിന്നിട്ട് പോവും. അത് പിന്നെ നട്ടതൊന്നും വെക്കുന്നില്ല. എല്ലാം പിന്നെ നട്ടുണ്ടാക്കുന്ന ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയ ഞങ്ങൾ ഉണ്ടാക്കുന്ന കൊണ്ട് അതൊന്നും വെക്കുന്നില്ല. മുറ്റത്ത് വന്നിട്ടാണ് അത് മാന്തി പറിച്ച് തിന്നിട്ട് പോയത്. അത് തട പോലും കിട്ടില്ല ചേമ്പിന്റെ. ഭയങ്കര ആനശല്യം ഇവിടെ. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഭയങ്കരമാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത്. ഓർക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. രാത്രിയും പകലും ഒരുപോലെ ആനശല്യവും കടുവശല്യവും ചെന്നായി വരെയുണ്ട്, കുരങ്ങ് വരെ. യാതൊരു നിവൃത്തിയില്ല കൃഷി ചെയ്ത് ജീവിക്കാൻ, ഒരു മാർഗവുമില്ല. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. കാര്യം ഇതിലെ കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആന ഡെയിലി വന്ന് പൊട്ടിക്കുകയാണ്, എന്നിട്ട് ഇറങ്ങി വിളവ് നശിപ്പിക്കുകയാണ്. ആരും തന്നെ വയൽ കൃഷിയൊന്നും ആരും ചെയ്തിട്ടില്ല. ഇവിടെ വെറും തരിച്ച സ്ഥലമായിട്ട് കിടക്കുകയാണ്. സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തി തരികയായിരുന്നെങ്കിൽ ഒരു കാര്യമായിരുന്നു. എൻ്റെ പേര് തങ്കമ്മ, എളുവപ്പറമ്പിൽ. വന്യമൃഗശല്യത്തിന് പരിഹാരത്തിനായി ആദ്യമായി വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥ പുനഃസ്ഥാപിക്കണം. അതിന് സ്വാഭാവികാനങ്ങൾ വെച്ചുപിടിപ്പിക്കുകയാണ് പ്രധാന ആവശ്യം. ധാരാളം ഫലവൃക്ഷങ്ങൾ വനത്തിനകത്ത് വെച്ചുപിടിപ്പിക്കണം. വനത്തിനകത്തെ തോടുകൾക്കും പുഴകൾക്കും മഴക്കാലത്ത് തുറന്നു വിടാവുന്ന ചീപ്പ് സിസ്റ്റമുള്ള ക്രോസ് ബാറുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ ജലലഭ്യത ഉണ്ടാകും. വനത്തിനകത്ത് ധാരാളം പുല്ലുകളും വളരുകയും അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് വാട്ടർ ഉയരുകയും ചെയ്യും. ഇന്ന് പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് കൽമതിലോ ട്രെഞ്ചോ ഷോക്ക് ഫെൻസിങ് അല്ല. അതെല്ലാം അപ്രായോഗികവും അശാസ്ത്രീയവും പാരിസ്ഥിതിക വിഷയമുള്ളതാണ്. ഏറ്റവും പ്രായോഗികമെന്ന് പറയുന്നത് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന മാങ്കുളം മോഡൽ ക്രാഷ് കാട്ട് റോ ഫെൻസിങ്. ഏറ്റവും ചിലവ് കുറഞ്ഞത് 1 കിലോമീറ്ററിന് 50 ലക്ഷം രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. അത്തരത്തിലുള്ള ക്രാഷ് കാട്ട് റോ ഫെൻസിങ് ഉണ്ടെന്നും വനാതിർത്തിയും കൃഷിഭൂമിയും വേർതിരിക്കപ്പെടുന്ന സംവിധാനം ഉണ്ടാകണം. അതിനുള്ള സാമ്പത്തിക നടപടി സ്വീകരിക്കണം. മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ തെങ്ങും വാഴയും കൃഷികളൊക്കെ മൊത്തം പിഴുതെടുത്തിട്ടേ അവർ പോകുന്നു. പന്നിയാണെങ്കിൽ നമ്മൾ വേലി വെക്കുകയാണെങ്കിൽ അത് പിന്നെ വേലി എങ്ങനെയും ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ചേന ചേമ്പോ വാഴയോ എന്ത് ഉണ്ടാക്കിക്കോ ഒരു രക്ഷയില്ല. മുറ്റത്തുണ്ടാക്കിക്കോ നമ്മൾ ഒരു രക്ഷയില്ല. 862.54 ചതുരശ്ര കിലോമീറ്റർ വരുന്ന വയനാടൻ വനമേഖലയുടെ 40 മുതൽ 60% വരെ തേക്ക് യൂക്കാലി തുടങ്ങുന്ന ഏകവിളത്തോട്ടങ്ങളാണ്. കാലാകാലം ഭരിച്ചിരുന്ന സർക്കാരുകൾ റവന്യൂ വരുമാനത്തിനായി സ്വാഭാവിക വനങ്ങൾ വെട്ടിമാറ്റി ഏകവിളത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചതാണ്. ഇതാണ് വന്യമൃഗശല്യത്തിൻ്റെയും കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയും പ്രധാന കാരണം എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കൃഷിക്കാർക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സത്യം പറഞ്ഞ ഈ കുറച്ചു കാലമായിട്ട് അങ്ങനെയാണല്ലോ. നമ്മുടെ കർഷകരുടെ വേദന അവർക്ക് കാണേണ്ട കാര്യമില്ലോ. അതല്ല ശരി. പണ്ട് 1 ഏക്കർ 2 ഏക്കർ 3 ഏക്കർ കപ്പയിടുകയും ചേന നടുകയും ചേമ്പ് നടുകയും കാച്ചിൽ നടുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ ഈ വന്യമൃഗശല്യം കൊണ്ട് അതൊക്കെ നിർത്തി ഏകവിളകളിലേക്ക് ചെക്കുക, അതായത് റബ്ബർ നടുക.
മൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള രക്ഷ ഇവരാരും ശരിക്കും നമുക്ക് പറഞ്ഞു തരുന്നില്ല. അത് അവർക്കും കൃത്യമായ ധാരണയാണ്. അത്തരത്തിലുള്ള ഒരു സംഗതികൾ കൊണ്ട് ഈ കൃഷിയിൽ നിന്ന് ആൾക്കാർ പിൻവാങ്ങുകയാണ്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾക്കൊരു 10 തെങ്ങ് കാട്ടാന കളഞ്ഞു, നമ്മൾക്കതിന് കോമ്പൻസേഷൻ കിട്ടാനായി നാമാത്രമായ കോമ്പൻസേഷൻ കിട്ടുള്ളൂ. കാരണം 10-20 വർഷമായി അത് ശരിക്ക് കായ്ച്ച് ശരിക്ക് ഫലം തരുന്ന ആ കാലഘട്ടത്തിൽ ഇത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഭീമമായി നഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് നാമാത്രമായ സർക്കാർ തരുന്നു. വന്യമൃഗശല്യത്തിൻ്റെ നഷ്ടപരിഹാര തുക സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് തികച്ചും അശാസ്ത്രീയമാണ്. ഉൽപാദന ചെലവിൻ്റെ 10% പോലും നഷ്ടപരിഹാരം നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് 2.5 ഏക്കർ, അതായത് 1 ഹെക്ടർ നെൽകൃഷി നശിച്ചാൽ വന്യമൃഗം നശിപ്പിച്ചു കഴിഞ്ഞാൽ നൽകപ്പെടുന്നത് കേവലം 11,000 രൂപയാണ്. 2.5 ഏക്കർ നെൽകൃഷിക്ക് തന്നെ ഉൽപാദന ചെലവ് 75,000 രൂപയോളം വരുന്നുണ്ട്. അതിൻ്റെ വിളവ് കണക്ക് കൂട്ടുകയാണെങ്കിൽ 1-1.25 ലക്ഷം രൂപ വരും. ആ സ്ഥാനത്ത് 11,000 രൂപ കർഷകന് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അശാസ്ത്രീയമാണ്, അനീതിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇപ്പോൾ ഈ മൃഗശല്യങ്ങളുടെ ഇങ്ങനെ അനുഭവിക്കുന്ന അവസ്ഥയിൽ എന്താണ് ഗവൺമെന്റിനോടോ അധികാരികളോട് എന്താണ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മൃഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കാമെന്ന് പറയും. അവരെപ്പോഴും കയറിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ആന കയറിയിട്ടുണ്ടെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു നോക്കി കണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറയും. ഇവിടുത്തെ പറഞ്ഞിട്ടൊക്കെ പോകും. നമ്മളിപ്പോൾ അവരോട് പറയാൻ പറ്റില്ല. അവരിപ്പോൾ ഇത്രയും 200 റബ്ബർ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ കണക്കാക്കി ഒരു തൈക്ക് 30 രൂപ വിലയല്ലേ. അതിൻ്റെ ഒരു പകുതി ശതമാനം എല്ലാം കണക്ക് കൂട്ടി ചെറിയൊരു പൈസ അങ്ങനെ എനിക്ക് കിട്ടിയ 13,000 രൂപ കിട്ടി. പിന്നെ തൈ മേടിച്ച പൈസ കിട്ടിയിട്ടില്ല. വന്യമൃഗശല്യത്തിൻ്റെ നഷ്ടപരിഹാരം നിശ്ചയിക്കപ്പെടുന്നത് കർഷകരുടെ കൂടിയുള്ള ചർച്ചയിലൂടെയാകണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം. എങ്കിൽ മാത്രമേ യഥാർത്ഥ നഷ്ടപരിഹാരം മനസ്സിലാക്കാൻ വേണ്ടി സർക്കാരിനും കഴിയുള്ളൂ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും കഴിയുള്ളൂ. അത്തരത്തിൽ ചർച്ച ഇന്നേ വരെ നടന്നിട്ടില്ല. അത്തരത്തിൽ ചർച്ചയിലൂടെ നിശ്ചയിക്കപ്പെടണമെന്നുള്ളതാണ് കർഷകരുടെ പൊതുവായ ആവശ്യം. മലാനാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല പറമ്പിൽ നിന്ന്. നേരം വെളുത്ത് ഒരു 10 മണിയൊക്കെ ഇറങ്ങി പോകുകയില്ല. റബ്ബർ പിന്നെ പൊങ്ങി വരുന്ന റബ്ബറും കശുമാവും കംപ്ലീറ്റ് കളയും. എവിടെ താഴെ പറമ്പിൽ കുറച്ച് കശുമാവ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അതിൻ്റെ ഇപ്പോൾ ഒരു പകുതി കൂടുതൽ കളഞ്ഞു. 300 റബ്ബർ ഞാൻ വെച്ചേച്ച് ഏതാണ്ട് ആ ഇന്ന കാലിന് വണ്ണമായ റബ്ബറാണ്. അതിൻ്റെ തലേദിവസം വന്നൊരു തെങ്ങ് പടത്തി. അപ്പോൾ തെങ്ങ് പടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ തെങ്ങ് പടത്തി വലിയ തെങ്ങാണ് പടത്തി കഴിഞ്ഞ് ഓലയെല്ലാം വെട്ടിക്കൂട്ടി പിറ്റേ ദിവസം കണ്ടപ്പോൾ തേങ്ങയും തിന്നുകയല്ലത്, ഇതിൻ്റെ കൂമ്പ് മാത്രമേ തിന്നുള്ളൂ, കുറച്ച് ഓലയും തിന്നു. അപ്പോൾ ഇതിൻ്റെ ഓലയൊക്കെ ഒരു സ്ഥലത്ത് വെട്ടിക്കൂട്ടി പിറ്റേ ദിവസം രാവിലെ ഒരു കൂട്ടം വന്നിട്ട് 200 റബ്ബറാണ് പറിച്ചു. 200 റബ്ബർ പറിച്ചു. 3 ലൈൻ റബ്ബർ കംപ്ലീറ്റ് പറിച്ചു. അതായത് പറിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലത്തെ വേര് ആ തായ് വേര് കുറച്ച് കടിക്കും, ബാക്കിയെല്ലാം ഒടിച്ച് പറിച്ച് കളയും. അത് ഇപ്പോഴും നോക്കി ആ സ്ഥലം വെറുതെ കിടക്കുക. മല കയറി വന്ന കശുമാവിൻ്റെ തൊലി മുഴുവൻ ഉരച്ചൊരച്ച് കളഞ്ഞ് ഒടിച്ചും പറിച്ചും എല്ലാം കളഞ്ഞ് കശുമാവ് കളഞ്ഞു. റബ്ബർ വെച്ചാണ് റബ്ബർ ആന മുഴുവൻ തട്ടിയിട്ട് റബ്ബർ തൊലി പൊളിച്ച് ആന തിന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ശല്യങ്ങളാണ് നമുക്ക് കൂടുതലുള്ളത്. തെങ്ങുകൾ എന്താ പറഞ്ഞത്? തെങ്ങ് മുഴുവനും തട്ടിക്കളഞ്ഞു. 25 തെങ്ങുണ്ടായിരുന്നു, കായ്ച്ച തെങ്ങ്. അങ്ങനെ തെങ്ങുള്ളത് മുഴുവൻ തീർത്തു. ഇനി ഒറ്റ തെങ്ങും അവിടെ ഇല്ല. ഇവിടെ നമുക്ക് ഇത് മലാന്റെ കളിയാ, പുള്ളി മലാൻ മയിൽ എല്ലാ സാധനമുണ്ട്. ഇതിലേതെങ്കിലും നമ്മളൊന്നും കൊന്നെന്ന് വിചാരിച്ചോ? ഗതികെട്ടിട്ടായിരിക്കും നമ്മൾ എന്തെങ്കിലും കെണി വെക്കുന്നത്. ഇതിലെങ്ങാനും ഒരു മുള്ളംപന്തി കുടുങ്ങി കഴിഞ്ഞാല് സർക്കാർ തലത്തിലുള്ള മുഴുവൻ ആൾക്കാരും നമ്മളെ ക്രൂശിക്കാനും കൂടി ഉണ്ട്. നമ്മുടെ ഒരു കൃഷി നശിച്ചു കഴിഞ്ഞാൽ അവരാരും വരികയില്ല. ഇവിടെ ഇപ്പം മൃഗത്തിന്റെ വില മനുഷ്യനില്ല. സർക്കാരാണ് നമ്മുടെ കർഷകരെ സംരക്ഷിക്കേണ്ടത്. ഇവരിപ്പം അവരുടെ അധികാരം നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് ശല്യം കൊണ്ട് സഹിക്കാൻ വരാതെ കൊണ്ടായിരിക്കാം ഒരു മുള്ളന് കെണി വെക്കുന്നത്. ഒരു മുള്ളൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചെന്ന് അറിഞ്ഞോ, ഇവരേതാണ്ട് ഒരു 10-50 പേരെ കൊന്നൊരു കൊലപാതക കേസിന് ഇത്രയില്ല. എന്തേ ഒരു സംവിധാനം. അങ്ങനെയാണെങ്കിൽ ഈ സംവിധാനം നമുക്ക് ഞാൻ ചോദിച്ചിട്ട് നമ്മളൊരു കൃഷി കളയുമ്പോൾ ഇവർ ആ ജാഗ്രത എടുക്കുന്നില്ല. കൃഷിക്കാരോട് രമ്യതയെ പോകാനുള്ള ഒരു സംവിധാനമല്ല ഇപ്പോൾ. ഞാൻ പറഞ്ഞ അവർക്കും മനസ്സിലാവും നമ്മൾ കൃഷി ചെയ്യുന്നു പോയി എന്നാ പോട്ടെ ഒരു മുള്ളനെ പിടിച്ച് അത്
ഇഷ്ടം പോലുള്ള സാധനം. നമ്മൾ ആ വംശം നശിപ്പിക്കാൻ നോക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇല്ലെങ്കിൽ അവര് ചെയ്യട്ടെ, അവരത് നിയന്ത്രിക്കട്ടെ. ഇത് സർക്കാർ നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു ഭൂമിയാണ്. നമുക്കതിൽ കൃഷി ചെയ്യാനും അതിന് അനുഭവം എടുക്കാനും തന്നിരിക്കുന്ന ഒരു ഭൂമിയാണ്. നമ്മൾ കരമടയ്ക്കുന്നത്. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് തീവ്രവാദി നിലയിലാണ്. അതിലാണ് നമുക്ക് അവരോട് വിരോധം ഉണ്ടാകുന്നത്. ശരിയല്ലേ? അപ്പൊ അതൊരു ഒന്നെങ്കിൽ അവര് ഈ നമ്മളുമായിട്ട് ഒരു രമ്യതയിൽ പോകാൻ നോക്കുക, ഇല്ല ഇങ്ങനെ വരുന്ന സാധനത്തിനെ പറമ്പിൽ കയറുന്നതിനെ കർഷകർ ഓടിക്കാനുള്ള സംവിധാനം അനുവദിക്കുക. ഈ പന്നിയൊക്കെ പെറ്റി ഏറ്റവും വലിയ ശല്യം പന്നി. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന കാലം കഴിഞ്ഞ് എന്തിനാ ഇത് ഒരുപോലെ കയറുന്നതിനെ വെടിവെച്ച് കൊല്ലുക, ഇല്ല കെണി വെച്ച് കൊല്ലാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത്? സർക്കാർ അവർ തന്നെ കൊന്നോട്ടെ. വയനാട്ടിലെ ജനങ്ങൾ വന്യമൃഗങ്ങളെയും വനത്തിനെയും സ്നേഹിക്കുന്നവരാണ്. വനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വയനാട്ടിലെ കർഷകർ. വനം നശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജലസമ്പത്ത് നഷ്ടപ്പെടും, ഞങ്ങളുടെ ജൈവസമ്പത്ത് നഷ്ടപ്പെടും, കാലാവസ്ഥയുടെ വ്യതിയാനം വരുമെന്ന് ഞങ്ങൾ അനുഭവത്തിൽ പഠിച്ചവർ വനത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നവരും വനം സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്നവരാണ്. അതോടൊപ്പം തന്നെ വന്യജീവികളും സംരക്ഷിക്കപ്പെടണം, അവയ്ക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന്. ആ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ചില പാരിസ്ഥിതിക സംഘടനകൾ പറയുന്നു വന്യമൃഗങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ വംശവർദ്ധന വന്ന് മനുഷ്യൻ്റെ ശല്യമായി തുടങ്ങിയാൽ പരിധിക്കപ്പുറമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ വന്യജീവികൾക്കും എല്ലാത്തിനും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് പറയുന്നവർ ഒരു ദിവസം എത്രയോ കോഴികൾ കൊല്ലപ്പെടുന്നു, എത്രയോ കാലികൾ കൊല്ലപ്പെടുന്നു, എത്രയോ പോത്തുകളെ കൊല്ലപ്പെടുന്നുണ്ട്, എത്രയോ പന്നികളെ കൊന്ന് ഭക്ഷിക്കുന്നുണ്ട്. ഈ പാരിസ്ഥിതിവാദികളൊക്കെ തന്നെ ഈ മൃഗസ്നേഹം ഉള്ളവരാണെങ്കിൽ ഇതിനെയൊക്കെ കൊല്ലാൻ വേണ്ടി പാടുണ്ടോ? അതിനെ ഭക്ഷിക്കാൻ വേണ്ടി പാടുണ്ടോ? അപ്പോൾ ഒരുതരം കപട പാരിസ്ഥിതിവാദികളാണ് ഇന്ന് ഉള്ളത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഞാനും പാരിസ്ഥിതിക പ്രവർത്തകനാണ്, പാരിസ്ഥിതിവാദിയാണ്. പക്ഷേ എങ്കിൽ അതിനകത്ത് വസ്തുതകൾ മനസ്സിലാക്കി കാര്യങ്ങൾ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും തയ്യാറാകണം എന്നാണ് അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം വന്യജീവികളുടെ വംശവർദ്ധന നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. ഇന്നത്തെ കേരളത്തിലെ പട്ടികൾ, ഇന്ത്യ രാജ്യത്തെ പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് മനേകാ ഗാന്ധി ഒരു നിയമം കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി രാജ്യത്ത് ലക്ഷക്കണക്കിനായ മനുഷ്യൻ ഇന്ന് പട്ടിയുടെ കടിയേറ്റ് വിഷബാധയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണ്? 6.25 കോടി രൂപയുടെ മാത്രം AR വാക്സിൻ, ആൻറ്റി റാബിക് വാക്സിൻ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് 7200 കോടി രൂപയുടെ AR വാക്സിൻ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിരിക്കുന്നു. ആർക്കാണ് ഇതിനകത്തെ ലാഭം? ആരാണ് ഇതിന് പിന്നിൽ കളിക്കുന്നത്? അത്തരത്തിലൊരു ലോബിയാണ് ഈ പട്ടികളെ കൊല്ലാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്ന മനേകാ ഗാന്ധിയെ പ്രേരിപ്പിച്ചതെന്നാണ് ഡോക്ടർമാരും ജനങ്ങളും ഞാനുൾപ്പെടെ വിശ്വസിക്കുന്നത്. അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ ഈ ശല്യത്തെ ഗൗരവതരമായി കാണാണ്ട് അവയ്ക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തേക്ക് മുഴുവൻ അഴിച്ചുവിടുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത് തെറ്റാണ്. നടപടി സ്വീകരിക്കണം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നത് വയനാട് ജില്ലയിലാണ്. കാട്ടുമൃഗങ്ങളാൽ 146 ആളുകളെയാണ് കഴിഞ്ഞ 38 വർഷം കൊണ്ട് കൊന്നൊടുക്കിയിരിക്കുന്നത്. അതിൽ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രം 86 ആൾക്കാർ കൊല്ലപ്പെട്ടു. കാരണം തിരുനെല്ലി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ തേക്ക് യൂക്കാലി പ്ലാന്റേഷൻ ഉള്ളത്. ഏറ്റവും വലിയ തെളിവായി ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നതും തിരുനെല്ലി പഞ്ചായത്തിലാണ്. ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനത്തെക്കുറിച്ചുള്ള ഒരു വൈകൃത ഭാവനയ്ക്ക് ഇരയാകുന്നത് കർഷകരും വിളയിടങ്ങളും മാത്രമല്ല, കാടും അതേപോലെ തന്നെ ഒരു ദുരന്തത്തിൻ്റെ വക്കിലാണ്. ഇന്ന് വയനാട്ടിലെ മാത്രമല്ല കേരളത്തിൽ തന്നെ വനങ്ങളുടെ സ്വാഭാവികത നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ തേക്കും യൂക്കാലിയും വന്നതോടെ തന്നെ വനത്തിനകത്ത് ലൻഡാന ജൂപ്പിറ്റേറിയം, അതായത് കൊങ്ങിണിയും കമ്മൂട്ട്ശപ്പയും കയറി വളർന്ന് വന്യമൃഗങ്ങളുടെ സഞ്ചാരപഥം പോലും തടസ്സപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ ഭീകരമായി ഇപ്പോൾ വയനാട്ടിലും കർണാടകയിലും തമിഴ്നാട്ടിലോടും ചേർന്ന അതിർത്തികൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന സെന്ന കാസിയ സ്പെക്ടാബിലിസ്, അതിന് സെന്ന എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന മഞ്ഞക്കൊന്ന. ആ മഞ്ഞക്കൊന്ന അതിവ്യാപകമായി വയനാടൻ ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങളിലും വളർന്ന് ഒരു ജീവജാലങ്ങൾക്കും അതിനകത്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മരത്തിൽ നിന്ന് 6000 വിത്ത് വരെ 3 വർഷമാകുമ്പോൾ അത് പൂത്ത് കായാവുന്നുണ്ട്.
6000 വിത്ത് കിളുക്കുന്നതെന്ന് മാത്രമല്ല, അതിൻ്റെ വേരിൽ നിന്നും ആയിരക്കണക്കിനായ തൈകൾ കിളുത്തു വന്ന് അത് വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ മാത്രമല്ല, വന്യമൃഗങ്ങളുടെ അവർക്ക് വേണ്ട ആവശ്യമായ ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യം സൃഷ്ടിക്കുന്നതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് രാക്ഷസ കൊന്ന എന്നാണ് സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ഭീകരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആ മരം നശിപ്പിക്കണമെന്ന് 5 വർഷക്കാലം മുമ്പ് സർക്കാരിൽ ഞങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഇന്ന് വരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ അപകടകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 വർഷം കഴിയുന്ന സമയത്ത് വനത്തിനകത്തെ വന്യമൃഗങ്ങൾ അവർക്ക് ജീവിക്കാൻ കഴിയാതെ ഒന്നുകിൽ വംശനാശം വരികയോ അല്ലെങ്കിൽ അവ കൂട്ടത്തോടെ മനുഷ്യവാസ മേഖലയിൽ ഇറക്കി അപകടകര അവസ്ഥ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് കൂടി അതിനാവശ്യമായ സംവിധാനം കണ്ടെത്തണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം.